പൊന്നൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കൊക്കവടയാണ്. അതിന് നമുക്ക് വേണ്ടത് 150 മൈദപ്പൊടി, 50 കടലപ്പൊടി. അത് നല്ലോണം പൊടി രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നല്ലോണം യോജിക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക. നല്ലോണം മിക്സാക്കി. ഇത് നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ പറയല് കൊക്കവട ആണ്. നിങ്ങൾ എന്താ പറയുന്നത് ഞങ്ങൾക്കറിയില്ല. അറിയുന്നവര് നല്ലോണം കുഴമ്പലാക്കുക. മൈദപ്പൊടി നല്ലോണം കട്ടയാവാതെ നല്ല രീതിയിൽ കുഴയ്ക്കണം. അതിനുശേഷം മൈദപ്പൊടി കടലപ്പൊടി കൂടി നല്ല കുഴച്ച് ഇനി അതിലേക്ക് വലിയ ഉള്ളി, 3 വലിയ ഉള്ളി, കുറച്ച് കരിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്. ഇത് എരിവിനനുസരിച്ച് എല്ലാവർക്കും കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കേട്ടോ. എന്നിട്ട് അതിനെ നല്ലോണം മിക്സാക്കി. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പ് കുറവുണ്ട്. ആവശ്യത്തിന് ഉപ്പ് വേണ്ടവർക്ക് ആവശ്യത്തിന് ഇടാം. കുറച്ചാണ് വേണ്ട വെച്ചാൽ കുറച്ചിട്ട് കൊടുക്കുക. ഇതെല്ലാം റെഡിയായി കൊണ്ടിരിക്കുകയാണ്. അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിക്കുക. നമ്മളെടുത്ത് ഇവിടെ ഓയിൽ കുറച്ചുള്ളൂ. വെളിച്ചെണ്ണ എടുത്ത് ഇനി നമ്മൾ നേരത്തെ കൂട്ടി വെച്ച മാവാണിത്. വെളിച്ചെണ്ണ നല്ലോണം ചൂടാവണം. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വലിയതാണെങ്കിൽ വലിയത് ഇട്ട് കൊടുക്കുക, ചെറുതാണെങ്കിൽ ചെറുത്. ഒക്കെ അവരവരുടെ ഇഷ്ടം പോലെ. ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ കൊക്കവട ഇനി ഉണ്ടാക്കാനുണ്ട്. അടുത്ത ട്രിപ്പ്